إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കിടയ്ക്കെല്ലാം ഫജ്ർ നിസ്കാരത്തിന് ശേഷം സ്വഹാബികൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ടായിരുന്നു മൻ റആ മിൻകും അല്ലൈലത റുയ, നിങ്ങളിൽ ആരാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സ്വപ്നം കണ്ടിട്ടുള്ളത് എന്ന്. അങ്ങനെ ഏതെങ്കിലും സഹാബികൾ അവർ കണ്ട സ്വപ്നം പറയുകയാണെങ്കിൽ അത് വ്യാഖ്യാനിക്കേണ്ടതുള്ളതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ കഴിഞ്ഞ് സഹാബികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയുണ്ടായി, നിങ്ങളിൽ ആരാണ് ഇന്നലെ ഒരു സ്വപ്നം കണ്ടത് എന്ന്. അപ്പോൾ സഹാബികളിൽ ഒരാളും കണ്ടതായി പറഞ്ഞില്ല, എല്ലാവരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി, ലാകിന്നി റഅയ്തുൽ ലൈല, ഞാൻ എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു സ്വപ്നം കാണുകയുണ്ടായി. നബിമാരുടെ സ്വപ്നം എന്നുള്ളത് വഹീന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വഹിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുള്ളത്. എന്തായിരുന്നു ആ സ്വപ്നമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയിൽ, നമ്മുടെ ഹൃദയത്തിൽ നാം ആലോചിക്കേണ്ട, ഉറ്റാലോചിക്കേണ്ട, ഭയപ്പെടേണ്ട, അതുപോലെ തന്നെ പ്രതീക്ഷ വെക്കേണ്ട കാര്യങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തത്. എന്തായിരുന്നു ആ സ്വപ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലൈനി അതയാനി, എന്റെ അടുക്കിലേക്ക് രണ്ടാളുകൾ വന്നു. ആ രണ്ടാളുകൾ എന്നെ കൊണ്ട് പരിശുദ്ധമായ മുഖദ്ദസത്തായ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോയി. ഫൈദാ റജുലുൻ ജാലിസുൻ വറജുലുൻ ഖായിമുൻ, ആ പ്രദേശത്തെത്തിയപ്പോൾ അതാ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു വ്യക്തി നിൽക്കുന്നുമുണ്ട്. ബിയദിഹി കല്ലൂബു മിൻ ഹദീദ്, നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിൽ ഇരുമ്പിന്റെ കൊളുത്തുകളുണ്ട്, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കൊളുത്തുകളുമുണ്ട്. ഇന്നഹു യുദ്ഖിലു ദാലിക്കൽ കല്ലൂബ് ഫീ ശിദ്ഖിഹി ഹത്താ യബ്ലുഗ ഖഫാഹു, ആ നിൽക്കുന്ന വ്യക്തി ആ ഇരുമ്പിന്റെ കൊളുത്തുകൾ കൊണ്ട് ഇരിക്കുന്ന ആളുടെ മുഖത്തിന്റെ താടിയലിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് വലിച്ചു കീറുന്നുണ്ട്. ثم يفعل بشدقه الآخر, അതിനുശേഷം മിസ്ല ദാലിക്, അതിനുശേഷം അതുപോലെ തന്നെ മറ്റേ ഭാഗത്ത് താടിയലിൽ നിന്ന് പിറകോട്ട് വലിച്ചു കീറുന്നുണ്ട്. വയൽതഇമു ശിദ്ഖുഹു ഹാദാ, ആ ഒരു ഭാഗം വലിച്ചു കീറി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും ആദ്യ ഭാഗം പഴയ പോലെ ആയിട്ടുണ്ടാകും. ഫയഊദു ഫയസ്നഉ മിസ്ലഹു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗങ്ങളായിട്ട് വലിച്ചു കീറുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുൻതു മാ ഹാദാ, ഞാൻ ചോദിച്ചു അവരോട് ഇതെന്താണ്? ഖാല ഇൻതലിഖ്, അവരെന്നോട് പറഞ്ഞു മുന്നോട്ട് പോകാൻ പറഞ്ഞു, നടക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ യാത്ര തുടരാൻ പറഞ്ഞു. ഫൻതലഖ്ന, അങ്ങനെ ഞങ്ങൾ അവിടെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഹത്താ അതൈന അലാ റജുലിൻ മുൽതജിൻ അലാ ഖഫാഹ്, അവിടെ ഒരു വ്യക്തിയെ കണ്ടു, ആ വ്യക്തി മലർന്നു കിടക്കുകയാണ്. വറജുലുൻ ഖായിമുൻ അലാ റഅസിഹി, ആ വ്യക്തിയുടെ തലഭാഗത്തായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ബിഫഹരിൻ ഔ സഖറത്തിൻ, വലിയൊരു പാറക്കല്ലുമായിട്ട്. ഫയശ്ദഹു ബിഹി റഅസഹു, ആ പാറക്കല്ലിട്ടുകൊണ്ട് ആ കിടക്കുന്ന ആളുടെ തലയെ തകർത്ത് കളയുകയാണ്. ഫൈദാ ദറബഹു തദഹ്ദഹ അൽ ഹജറു ഫൻതലഖ ഇലൈഹി ലിയഖുദഹു, ആ കല്ല് അയാളുടെ തലയിലിട്ട് കഴിഞ്ഞാൽ തല തകർന്ന് ആ കല്ല് താഴോട്ട് ഉരുണ്ടുപോകും.
ആ ഇട്ട വ്യക്തി ആ കല്ലെടുക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഫലാ യർജിഉ ഇലാ ഹാദാ ഹത്താ യൽതഇമ റഅസുഹു, പഴയ പോലെ ആ തലയായിട്ടുണ്ടാകും, നേരാവണ്ണമായിട്ടുണ്ടാകും. വആദ റഅസുഹു കമാ ഹുവ ഫആദ ഇലൈഹി ഫദറബഹു, വീണ്ടും അയാൾ പോയിട്ട് വീണ്ടും ആ കല്ലെടുക്കാൻ പോകുമ്പോൾ തല പഴയ പോലെ ആവുകയും വീണ്ടും അത് ചെയ്തുകൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ ഹാദാ, ആ രണ്ടാളുകളോട് ചോദിച്ചു ഇതെന്താണ്? അവർ പറഞ്ഞു നീ മുന്നോട്ട് പോവുക. അങ്ങനെ അവർ മുന്നോട്ട് പോയി. അടുത്തതായി എത്തിയത് ഫൻതലഖ്നാ ഇലാ സഖബിൻ മിസ്ലി തന്നൂർ, അടുപ്പ് പോലെ ഉള്ളിൽ പൊള്ളയായിട്ടുള്ള ഒരു വസ്തുവിന്റെ അടുക്കിലേക്ക് എത്തി. അഅലാഹു ബയ്യിഖുൻ വഅസ്ഫലുഹു അസ്ഫലുഹു വാസിഉൻ, അതിന്റെ മുകൾ ഭാഗം ഇടുങ്ങിയതും അതിന്റെ താഴ്ഭാഗം വിശാലമായിട്ടുള്ള രൂപത്തിലുള്ള ഒരു വസ്തുവായിരുന്നു അത്. യതവഖദു തഹ്തഹു നാറൻ, അതിന്റെ താഴ്ഭാഗത്ത് നിന്ന് തീ ആളിക്കത്തിക്കുന്നുണ്ട്. ഫൈദാ ഖതറബ ഇർതഫഅഹു ഹത്താ കാദ അൻ യഖ്റുജു, ആ തീജ്വാലകൾ നാളങ്ങൾ പുറത്തേക്ക് തള്ളുമെന്നോണം അത് മുകളിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. ഫൈദാ ഖമദത് റജഉ ഫീഹാ, അത് മുകളിലെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ആ തീ അതിന്റെ താഴ്ഭാഗത്തേക്ക് തന്നെ പോകുന്നു. വഫീഹാ റിജാലും വനിസാഉൻ ഉറാത്ത്, അതിന്റെ അകത്ത് നഗ്നരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ കാണുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഇതാരാണ്? അവർ പറഞ്ഞു നീ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പോയി. ഫൻതലഖ്നാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയി. ഹത്താ അതൈനാ അലാ നഹ്രിൻ മിൻ ദമിൻ, അങ്ങനെ രക്തത്തിന്റെ ഒരു പുഴയുടെ അടുക്കിലേക്ക് ഞങ്ങൾ എത്തി. ഫീഹി റജുലുൻ ഖായിമുൻ അലാ വസതിൻ നഹാർ, ആ പുഴയുടെ രക്തത്തിന്റെ പുഴയുടെ നടുവിലായിക്കൊണ്ട് ഒരു വ്യക്തി നിൽക്കുന്നുണ്ട്. റജുലുൻ ബൈന യദൈഹി ഹിജാറത്തുൻ, ആ പുഴയുടെ തീരത്തായിക്കൊണ്ട് ഒരാൾ കല്ലുകളുമായി നിൽക്കുന്നുണ്ട്. ഫഅഖ്ബല അർ-റജുലു അല്ലദീ ഫിൻ നഹർ, ആ നദിയിലുള്ള ആൾ കരയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുമ്പോഴെല്ലാം ഫൈദാ അറാദ അൻ യഖ്റുജ റമ അർ-റജുലു ബിഹജരിൻ ഫീ ഫീഹി, ഈ കരയിലിരിക്കുന്ന വ്യക്തി വരാൻ ശ്രമിക്കുമ്പോഴെല്ലാം കരയിലിരിക്കുന്ന വ്യക്തി കല്ലുകൾ കൊണ്ട് ആ അരുവിയിലുള്ള പുഴയിലുള്ള വ്യക്തിയുടെ വായിലേക്ക് കല്ലെറിയുകയാണ്. ഫറദ്ദഹു ഹൈസു കാന, അങ്ങനെ തിരിച്ചെവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ എത്തുന്നത് വരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും. ഫജഅല കുല്ലമാ ജാഅ ലിയഖ്റുജ റമാ ഫീ ഫീഹി ബിഹജരിൻ, എപ്പോഴെല്ലാം പുറത്തേക്ക് വരാൻ നോക്കുന്നുവോ അപ്പോഴെല്ലാം കല്ലുകൊണ്ടെറിഞ്ഞ് അവിടെ തന്നെ വായിലേക്ക് കല്ലുകൾ എറിഞ്ഞ് അവിടെ തന്നെ നിർത്തുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു ആരാണിത്? മാ ഹാദാ, ഇതെന്താണ്? അപ്പൊ അവർ പറഞ്ഞു നീ മുന്നോട്ട് പോവുക. അങ്ങനെ വീണ്ടും പോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫൻതലഖ്നാ ഹത്താ ഇൻതഹൈന ഇലാ റൗദത്തിൻ ഖദ്റാ, അങ്ങനെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു തോട്ടത്തിലേക്ക് ഞങ്ങൾ എത്തി. പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു തോട്ടത്തിലേക്ക് എത്തി. ഫീഹാ ഷജറത്തുൻ അദീമത്തുൻ, അവിടെ വലിയൊരു വൃക്ഷമുണ്ടായിരുന്നു. വഫീ അസ്ലിഹാ ശൈഖുൻ വസിബിയാൻ, അതിന്റെ താഴ്ഭാഗത്തായിട്ട് ആ വൃക്ഷത്തിന്റെ ചുവട്ടിലായിട്ട് വൃദ്ധനായ ഒരു വ്യക്തിയും ഒരുപാട് കുട്ടികളെയും കാണുകയുണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വൈദാ റജുലുൻ ഖരീബുൻ മിനശ് ഷജറ, ആ വൃക്ഷത്തിന്റെ അടുത്തായിക്കൊണ്ട് മറ്റൊരു ഭാഗത്ത് ഒരു വ്യക്തിയുണ്ട്. ബൈന യദൈഹി നാറുൻ യൂഖിദുഹാ, കണ്ടാൽ ഭയം തോന്നുന്ന ഒരു വ്യക്തി എന്ന് ചില റിവായത്തിൽ കാണാം. തീ ഇങ്ങനെ ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയും കണ്ടു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫസഇദാ ബി അശ്ശജറ, ഈ രണ്ടാളുകൾ എന്നെ കൊണ്ട് ആ വൃക്ഷത്തിന്റെ മുകളിലേക്ക് പോയി. വദ്ഖലാനി ദാറൻ, അങ്ങനെ ഒരു വീട്ടിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചു, ഒരു ഭവനത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ലം അറ ഖത്തു അഹ്സന മിൻഹാ, അതിനേക്കാൾ ഉത്തമമായിട്ടുള്ള ഒരു ഭവനത്തെ ഞാൻ കണ്ടിട്ടേയില്ല. ഫീഹാ റിജാലുൻ ശുയൂഖുൻ വശബാബുൻ വനിസാഉൻ വസിബിയാനുൻ, അവിടെ വൃദ്ധന്മാരുണ്ട്, ചെറുപ്പക്കാർ, യുവാക്കളുണ്ട്, സ്ത്രീകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ثم أخرجاني منها, അങ്ങനെ അവിടെ നിന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. فسعيدا بالشجرة, വീണ്ടും ഒരു വൃക്ഷത്തിന്റെ മുകളിലേക്ക് എത്തിച്ചു. فادخلاني دارا, മറ്റൊരു വീട്ടിലേക്ക് പ്രവേശിച്ചു. هي أحسن وأفضل فيها شيوخ وشباب, അത് നേരത്തെ കണ്ടതിനേക്കാൾ ഉത്തമമായിട്ടുള്ളതായിരുന്നു, അവിടെ വൃദ്ധന്മാരും യുവാക്കളും ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭവനത്തിൽ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവന്ന രണ്ടാളുകളോട് പറയുകയുണ്ടായി എന്നെ കൊണ്ട് നിങ്ങൾ പല സ്ഥലത്തേക്കും പോയി, ഞാൻ പല കാഴ്ചകൾ കണ്ടു, അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ എനിക്ക് അറിയിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ കണ്ട കാഴ്ചയിലെ ഓരോന്നിനെയും വിശദീകരിച്ചു കൊടുത്തു. അവർ പറഞ്ഞു അമ്മല്ലദീ യുശഖ്ഖു ശിദ്ഖുഹു, ആ മുഖം ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് വലിച്ചു കീറിയ വ്യക്തി എന്നുള്ളത് സക്കദ്ദാബുൻ, അവൻ കളവ് പറഞ്ഞു നടക്കുന്ന ഒരാളാണ്.
കളവ് ധാരാളമായി പറഞ്ഞു നടക്കുന്ന ആളാണ്. യുഹദ്ദിസു ബിൽ കദ്ബ, അവൻ അവന്റേതായ കളവുകൾ പറഞ്ഞുണ്ടാക്കും. ഫതുഹ്മലു അൻഹു ഹത്താ തബ്ഗൽ ആഫാഖ്, അങ്ങനെ അത് പറഞ്ഞു പരത്തിക്കൊണ്ടേയിരിക്കുന്ന വ്യക്തിയുടെ അവസ്ഥയാണത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫയുസ്നഉ ബിഹി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അവനെ കൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അഥവാ ബർസഖിയായ ജീവിതത്തിൽ കളവ് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഉള്ള ശിക്ഷയാണ് അത് എന്ന് പറഞ്ഞു. വല്ലദീ റഅയ്തഹു യഷ്ദഹു റഅ്സുഹു, തല പൊളിക്കപ്പെട്ട വ്യക്തി, അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ റജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആൻ, അല്ലാഹു ഖുർആൻ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ്, അല്ലാഹു ഇൽമു നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഫനാമ അൻഹു ബില്ലൈൽ, നിസ്കരിക്കാതെ നിർബന്ധമായ നിസ്കാരങ്ങൾ പാഴാക്കിക്കൊണ്ട് അവൻ ഉറങ്ങുന്നവനായിരുന്നു. വലം യഅമൽ ഫീഹി ബിന്നഹാർ, ആ ഖുർആനിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ പ്രവർത്തിക്കാറുണ്ടായിരുന്നില്ല, പകലിൽ നിസ്കാരം ഉണ്ടായിരുന്നില്ല, ദീനനുസരിച്ച് ജീവിക്കാറുണ്ടായിരുന്നില്ല, എന്നാൽ അറിവുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞു. യുഫ്അലു ബിഹി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ബർസഖിയായ ജീവിതത്തിൽ അവന്റെ അവസ്ഥ അങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞു. വല്ലദീ റഅയ്തഹു ഫി സഖബ്, അടുപ്പ് പോലെ നീ കണ്ട ആ കത്തിജ്വലിക്കുന്ന തീജാലങ്ങളിലുള്ളവർ, ഫഹും അസ്സുനാത്ത്, വ്യഭിചാരികളും വ്യഭിചാരികളുമാണ് അവർ. ഹറാമായ രീതിയിൽ അവരുടെ ലൈംഗിക വികാരം പൂർത്തീകരിച്ചിരുന്ന വ്യഭിചാരികളും വ്യഭിചാരിണികളും ആണ് അവർ എന്ന് പറഞ്ഞു. അവർക്കുള്ള ശിക്ഷയാണ് ബർസഖിയായ ലോകത്ത്. വല്ലദീ റഅയ്തഹു ഫിന്നഹർ, രക്തത്തിന്റെ അരുവിയിൽ കണ്ട വ്യക്തി, ആകിലു റിബ, പലിശ തിന്നുന്ന ആളുകൾക്കുള്ള ബർസഖിയായ ലോകത്തുള്ള ശിക്ഷയാണെന്ന് പറഞ്ഞു. അതിനുശേഷം കണ്ട കാഴ്ചകൾ വശൈഖു ഫി അസ്ലി ഷജറ, ആ മരത്തിന് ചോട്ടിലിരുന്നിരുന്ന പ്രായമായ വ്യക്തി ഇബ്രാഹിം അലൈഹിസ്സലാം, അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണെന്ന് പറഞ്ഞു. വസ്സിബിയാനു ഹൗലഹു, അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ടായിരുന്ന കുട്ടികൾ, ഫഔലാദുൻ നാസ്, ജനങ്ങളുടെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ട കുഞ്ഞുങ്ങളാണ് അവർ എന്ന് പറഞ്ഞു. വല്ലദി യൂഖിദുൻ നാറ, തീ ആളിക്കത്തിച്ചുകൊണ്ടിരുന്ന ഭയമുണ്ടാക്കുന്ന ആളുടെ രൂപം എന്നുള്ള വ്യക്തി മാലികുൻ ഖാദിനുൻ നാർ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വദ്ദാറുൽ ഊല, ഒന്നാമതായി നീ പ്രവേശിച്ച ഭവനം, അല്ലതി ദഖൽത ദാറു ആമ്മത്തിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് പൊതുവായിട്ടുള്ള സ്വർഗ്ഗത്തിലെ ഭവനങ്ങളിൽ ഒരു ഭവനമായിരുന്നു അത്. വമ്മ ഹാദിഹി ദാർ, രണ്ടാമത് കയറിയിട്ടുള്ള ഇപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുന്ന ഭവനം ഫദാറു ശുഹദാ, ശുഹദാക്കൾക്കുള്ള ഭവനമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ രണ്ടാളുകൾ പറഞ്ഞു വഅന ജിബ്രീൽ വഹാദാ മീകായിൽ, ഞാൻ ജിബ്രീലും ഈ ഒപ്പമുള്ളത് മീകായിലുമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ രണ്ടുപേരും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു ഫർഫഅ റഅസക്, നീ നിന്റെ തല ഉയർത്തുക എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു മേഘം പോലെ ഭംഗിയുള്ള ഒരു കൂടാരം കണ്ടു. എന്നിട്ട് പറഞ്ഞു ഹാദാ മൻസിലുക്, ഇത് നിന്റെ ഭവനമാണെന്ന് പറഞ്ഞു, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നെ വിടൂ, ഞാൻ അതിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്നഹു ബഖിയ ലക ഉംറുൻ ലം യസ്തക്മിൽഹു, നിനക്ക് ഇനിയും പൂർത്തീകരിക്കാത്ത ആയുസ് ഈ ലോകത്തുണ്ട്. വലൗ ഇസ്തക്മൽത അതൈത മൻസിലക്, നീ അത് പൂർത്തീകരിച്ചാൽ നിനക്ക് നിന്റെ ഈ ഭവനത്തിൽ എത്തിച്ചേരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്ത കാര്യങ്ങളാണിവ. ഇതിൽ ആദ്യം പറഞ്ഞ ഓരോന്നും, ഓരോ പാപങ്ങൾക്കും, കളവ് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക്, ദീനനുസരിച്ച് ജീവിക്കാത്ത ആളുകൾക്ക്, അതുപോലെ വ്യഭിചാരികൾക്കും വ്യഭിചാരികൾക്കും പലിശ തിന്നുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർസഖിയായ ലോകത്ത് മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ് വരെ അതിന്റെ ഇടയിലുള്ള അവർ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയാണ് പറഞ്ഞിട്ടുള്ളത്. ഖബർ ജീവിതം എന്ന് പറയുന്ന ബർസഖിയായ ലോകത്ത് അവർ അനുഭവിക്കേണ്ടി വരുന്നത്. അതിനുശേഷം സ്വർഗത്തിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ചെറിയ ഉപമകളുമാണ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു കാര്യത്തെ നാം മനസ്സിലാക്കണം. ഈ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിലേക്ക് നേടിയെടുക്കാൻ അതിനുവേണ്ടി പരിശ്രമിക്കുകയും വേണം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഈ സ്വപ്നം നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഉണർത്തലാണ്, നമുക്ക് ഓരോരുത്തർക്കും ഉള്ള പാഠമാണ്. നാളെ മരണത്തിന് ശേഷം നമുക്കുള്ള ജീവിതം ആരംഭിക്കുന്ന പരലോക ജീവിതത്തിന്റെ ആരംഭം മരണത്തിലൂടെയാണ്. അതാണ് യഥാർത്ഥ ജീവിതം.
ഈ ദുനിയാവിൽ നാം അനുഭവിക്കുന്ന ഏതെല്ലാം സുഖങ്ങളുണ്ടോ, ഏതെല്ലാം സ്ഥാനങ്ങളുണ്ടോ, ഏതെല്ലാം സന്തോഷങ്ങളുണ്ടോ, അതിനെല്ലാം ഇല്ലാതാക്കുന്ന മരണത്തിന് ശേഷമുള്ള ലോകത്ത് ആർക്കാണോ വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് അവനാണ് യഥാർത്ഥ വിജയിയായിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ ആസ്വാദനം ലഭിക്കുന്ന പാപങ്ങളാണ് ഈ ആളുകൾ ചെയ്തത്. എന്നാൽ അവർക്ക് മരണത്തിന് ശേഷമുള്ള ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ നോക്കൂ. ഇത് ഹഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നസ്സാഅത ലആതിയതുൻ, തീർച്ചയായും അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഓരോ വ്യക്തിക്ക് മരണവും സംഭവിക്കും. എല്ലാവർക്കും നാശമടി അനുഭവിക്കുന്ന ഈ ലോകത്തിന്റെ ഒരു അവസാനവുമുണ്ട്. അതിനുശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പുമുണ്ട്. ലാ റൈബ ഫീഹ്, അതിലൊരു സംശയവുമില്ല. വലാകിന്ന അക്സറന്നാസി ലാ യുഅ്മിനൂൻ, പക്ഷേ ജനങ്ങളിൽ അധിക പേരും അത് വിശ്വസിക്കുന്നില്ല എന്ന് മാത്രം. അതേ സഹോദരങ്ങളെ, ദൃഢമായി നാം വിശ്വസിക്കേണ്ട കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അതുപോലെ ആ ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളായിട്ടുള്ള വിശാലമായ സ്വർഗത്തിനെ കുറിച്ച് ചിന്തിക്കുകയും അതിലേക്ക് പണിയെടുക്കുകയും വേണം. നന്മ ചെയ്തവന് അതിനനുസൃതമായ പ്രതിഫലവും പാപം ചെയ്തവന് അതിനനുസൃതമായ ശിക്ഷയും ലഭിക്കുന്ന ആ പരലോകം നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, അതെ, പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം അത് യൗമുൽ ഖിയാമയാണ്, അന്ത്യനാളാണ്. അതുകൊണ്ട് മരണത്തിന് ശേഷം ആരംഭിക്കുന്ന ബർസഖിയായ ലോകത്ത് നാം ഒറ്റക്കുള്ളപ്പോൾ, ആരും കൂട്ടിനില്ലാതെ വരുമ്പോൾ ഈ ശിക്ഷകളെ കുറിച്ചും അവിടെയുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കുകയും നാളെ പരലോകത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.